Hello students, next നമുക്ക് ഒരു തിയറാണ് തിയറം 2 എക്സിസ്റ്റൻസ് തിയറം 4 ലാപ്ലാസ് ട്രാൻസ്ഫോംസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് പഠിച്ചു വെക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി കണ്ടീഷനാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത്, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഫൈനൈറ്റ് ഇന്റർവൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ എനി പോസിറ്റീവ് നമ്പർ എ. പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഉള്ള ഈ ഇൻ്റർവെല്ലിനെ ചെറിയ ചെറിയ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സബ് ഇൻ്റർവെൽസിൽ ഓരോന്നിലും കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കാം. മൊത്തത്തിലുള്ള കണ്ടിന്യൂറ്റി അല്ല. പീസ് വൈസ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ മൊത്തം ഈ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂറ്റി അല്ല, ഇതിനെ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഓരോ കുഞ്ഞു കുഞ്ഞു സബ് ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആയിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ, എക്സിസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, മോഡുലസ് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു എ ടി. അതായത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ ബൗണ്ടഡ് ആണ്, കെ ഇൻറ്റു ഇ റേസ് ടു എ ടി വെച്ചത് ബൗണ്ടഡ് ആണ് എങ്കിൽ ഇൻ ദിസ് ഇൻഇക്വാളിറ്റി കെ എ ആൻഡ് എം എന്ന് പറഞ്ഞ നമ്മൾ പ്രൂഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ റിയൽ കോൺസ്റ്റൻസ് ആണ്, കെയും എമ്മും ഒക്കെ പോസിറ്റീവ് ആണ്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ then the Laplace transform of f of t exists for all s greater than a. ഇങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും for all s greater than a എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കാറുണ്ട്, പ്രൂഫും ചോദിക്കാറുണ്ട്. പഠിക്കാം. പ്രൂഫ് നോക്കാം. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ കൺവേർജസ് ഫോർ എസ് ഗ്രേറ്റർ ദാൻ എ. ഇത് കൺവേർജ് ചെയ്താലല്ലേ ഇതിന് നമുക്ക് വാല്യൂ കിട്ടിയാലല്ലേ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യും എന്നാണ്, ഇതൊരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ അല്ലേ, ഇത് കൺവേർജ് ചെയ്യും എന്നാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇതിനെ നമ്മൾ രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഇന്റഗ്രൽ 0 ടു എം എന്നും ഇന്റഗ്രൽ എം ടു ഇൻഫിനിറ്റി എന്നും. ഇനി ഈ 0 ടു എ എന്നുള്ള ഇന്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഏത് പോസിറ്റീവ് എം എടുത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും അതിനേക്കാളും ചെറിയൊരു ഇന്റർവെൽ അല്ലേ, സബ് ഇന്റർവെൽ അല്ലേ, കണ്ടിന്യൂറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ ഒരു ഇന്റഗ്രൽ 0 ടു എം എന്നുള്ളതൊരു ഫൈനൈറ്റ് ഇന്റഗ്രൽ ആണ്, അതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് എം ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് മാത്രം അപ്പോൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്, ഇത് എന്തായാലും പീസ് വൈസ് കണ്ടിന്യൂറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ 0യും എമ്മും എം എനി കോൺസ്റ്റന്റ് ആവാം, ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും ആവാം, അതുകൊണ്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ എം ടു ഇൻഫിനിറ്റി ഈ വാല്യൂ മാത്രമേ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം നമുക്ക് അറിയാം, മോഡുലസ് വാല്യൂ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് ഇ റേസ് ടു എസ് ടി ഇൻറ്റു മോഡുലസ് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇ റേസ് ടു എസ് ടി ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഓൾവേസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്ത് അത് തന്നെയാണ് കിട്ടുക, ഇൻറ്റു മോഡ് എഫ് ഓഫ് ടി കിട്ടും. ഇനി നമ്മുടെ കണ്ടീഷൻ പ്രകാരം മോഡ് എഫ് ഓഫ് ടി ഈസ് ബൗണ്ടഡ് ബൈ കെ ഇൻറ്റു ഇ റേസ് ടു എ ടി. അപ്പോൾ അതിന് പകരം അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി എന്ന് എഴുതാം. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കെ ഇൻറ്റു ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു ടി എന്ന് കിട്ടും. നൗ ബൈ തിയറം എ പറയുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ, ഞാനത് നോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇടാം, അത് അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ കേട്ടോ. പ്രൂഫ് എഴുതുന്ന സമയത്ത് നോട്ടിലിട്ട് തരാം, ഒന്നുമില്ല. അതായത് കമ്പാരിസൺ ടെസ്റ്റാണ്, ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചത് നിങ്ങൾ ഓർക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വലിയ ഇൻ്റഗ്രൽ, ഒരു ചെറിയ ഇൻ്റഗ്രൽ, ഒരു വലിയ ഫംഗ്ഷനും ചെറിയ ഫംഗ്ഷനും ഉണ്ടെങ്കിൽ വലിയ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുമെങ്കിൽ ചെറിയ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യും. അതല്ല ചെറുത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ വലുതും ഡൈവേർജ് ചെയ്യും. നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് അല്ലേ, അതാണ് തിയറം എ പറയുന്നത്. ഞാൻ നോട്ടിലിട്ട് തരാം, അതവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇന്റഗ്രൽ എം ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി കൺവേർജസ് പ്രൊവൈഡഡ് ഇന്റഗ്രൽ എം ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു ടി ഡി ടി കൺവേർജസ്. അപ്പോൾ ഇത് നോക്കി, ഇത് ചെറിയ ഫംഗ്ഷനും ഇത് വലിയ ഫംഗ്ഷനുമാണ് അല്ലേ. ഇത് ചെറിയ ഫംഗ്ഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരണ ഇത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വലിയ ഫംഗ്ഷനുമാണ്. ദിസ് വൺ ഈസ് ഇ റേസ് ടു
മൈനസ് എസ് ടി എഫ് ഓഫ് ടിനേക്കാളും വലുതാണ് കെ ഇൻറ്റു ഇ റേസ് ടു എ മൈനസ് എസ് ടി ഇൻറ്റു ടി. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിനേക്കാളും ഇത് വലുതാണ്. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇത് കൺവേർജ് ചെയ്താൽ മതിയാവും. വലുത് കൺവേർജ് ചെയ്യുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താ പറയുക, കെനെ വേണമെങ്കിൽ മാറ്റി നിർത്താം കേട്ടോ. കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് മാറ്റി നിർത്താം. അപ്പോൾ വലുത് കൺവേർജ് ചെയ്യുമെങ്കിൽ എന്തായാലും ചെറുതും കൺവേർജ് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇത് കൺവേർജ് ചെയ്യുമോ നോക്കാം. ഇൻറ്റഗ്രൽ എം ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു ടി ഡി ടി. ഇതിന് നമ്മൾ ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എം ടു എ ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എം ടു എ എന്നുള്ള ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്ക് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു എ ആണ് അല്ലേ. അപ്പോൾ ദിസ് ടേം ടെൻസ് ടു 0 ആസ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ഓൺലി വെൻ എ മൈനസ് എസ് ലെസ് ദാൻ 0. അതായത് ഇത് 1 എന്നുള്ള ഫോമിൽ വന്നാൽ, ഇവിടെ മൈനസ് വന്നാലാണ് ഇത് 1 എന്നുള്ളൊരു ഫോമിൽ വരുള്ളൂ. 1 എന്നുള്ള ഫോമിൽ വന്നാൽ മാത്രമേ ഇത് 0ലേക്ക് പോവുള്ളൂ. അതായത് എ മൈനസ് എസ് നെഗറ്റീവ് ആയാൽ മാത്രമാണത് അടിയിലേക്ക് വരുള്ളൂ. അങ്ങനെ ഈ ടേം 0ലേക്ക് പോവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് പറയാവുന്നത്, അപ്പോൾ ഇത് 0ലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ ലിമിറ്റ്. ഇത് 0 ആവും, ഇതിൻ്റെ വാല്യൂ ലിമിറ്റ് എഫക്റ്റ് ചെയ്യില്ല, ഇതിൻ്റെ വാല്യൂം ലിമിറ്റ് എഫക്റ്റ് ചെയ്യില്ല. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി വരും, മൊത്തത്തിൽ വാല്യൂ ഇൻഫിനിറ്റി ഇത് പോകും, അപ്പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ മൈനസ് എസ് നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആയാൽ ഇത് 1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഇത് 0 ആക്കാനും നമുക്ക് പറ്റും. 0 ആവും. അപ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എ മൈനസ് എസ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോയി കഴിഞ്ഞ ശേഷം മൈനസ് ഇ റേസ് ടു എ മൈനസ് എസ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ മൈനസ് എസ് എന്ന് കിട്ടും. അപ്പോൾ മാത്രമാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യും എന്ന് കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ എ മൈനസ് എസ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇത് കൺവേർജ് ചെയ്യും എന്ന് കിട്ടും. ഈ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു കിട്ടും. അപ്പോൾ വലുത് കൺവേർജ് ചെയ്യും. എ മൈനസ് എസ് ലെസ് ദാൻ 0 ആവാന്ന് വെച്ചാൽ എ ലെസ് ദാൻ എസ് ആവാം, അതായത് എസ് ഗ്രേറ്റർ ദാൻ എ ആവാം. അത് തന്നെയാണ് നമുക്ക് തന്നിരുന്ന കണ്ടീഷൻ ആയിരുന്നത്. അപ്പോൾ വലിയ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു കിട്ടും. അതുകൊണ്ട് ചെറിയ ഇൻറ്റഗ്രലും കൺവേർജ് ചെയ്യുമെന്ന് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് പറയാനായിട്ട് പറ്റും. എ മൈനസ് എസ് ലെസ് ദാൻ 0 ഇംപ്ലൈസ് എസ് ഗ്രേറ്റർ ദാൻ എ. ഓക്കെ. അപ്പോൾ ചെറുത് കൺവേർജ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനീഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഇത് ഓൾറെഡി കൺവേർജ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൺവേർജ് ചെയ്യും. അതായത് ദിസ് വൺ ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും എന്ന് വെച്ചാൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കുക. ഇനി ഞാൻ ഒരു പ്രോബ്ലമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു ഇത് വരുന്നുണ്ട്. എൽ ഓഫ് ടി റേസ് ടു -1/2 ഈസ് റൂട്ട് പൈ ബൈ എസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. റൂട്ട് പൈ ബൈ എസ് അത് നമുക്ക് സ്ക്വയർ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -w² dw ഈസ് ഈക്വൽ ടു റൂട്ട് പൈ ബൈ 2. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇൻറ്റഗ്രലിനെ നമ്മൾ ഐന്ന് എടുത്തു. ദെൻ w ബീയിങ് എ ഡബ്ല്യു വേരിയബിൾ വി ക്യാൻ റൈറ്റ് i² എടുക്കാം. i² എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x² dx. ഒരെണ്ണത്തിന് നമുക്ക് y കൊടുക്കാം. വേരിയബിൾ മാറിയെന്ന് വെച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരെണ്ണത്തിന് നമുക്ക് y കൊടുക്കാം. എന്നിട്ട് ഇതിനിങ്ങനെ ഡബിൾ ഇൻറ്റഗ്രൽ ആക്കി എഴുതാം, dx dy. ഇനി ഡബിൾ ഇൻറ്റഗ്രൽ ഇവാല്യൂറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൊളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. പൊളാർ കോർഡിനേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. x² + y² = r² ആണെന്നറിയാം. dx dy എന്നുള്ളത് r dr dθ എന്നുള്ളതായി മാറും. 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത് r-ന് 0 ടു ഇൻഫിനിറ്റി തന്നെ വരും. തീറ്റയുടെ വേരിയേഷൻ 0 ടു പൈ ആണ് വരിക. 0 ടു പൈ കൊടുക്കും. സോ i² is equal to ഇത് ഇവാല്യൂറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്ത് ഇവാല്യൂറ്റ് ചെയ്യുക കേട്ടോ. ചെയ്തത് ഇവിടെ കാണിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ i² = π/2 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് i = റൂട്ട് π/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനുണ്ട്. അതായത് 0 ടു ഇൻഫിനിറ്റിയും 0 ടു 2π ആക്കണം തീറ്റയുടെ വേരിയേഷൻ. എന്നിട്ട് ഇ റേസ് ടു -r എന്ന് എഴുതിയിട്ട് r dr dθ അത് വെച്ചിട്ട് ചെയ്യണം. ആദ്യം തീറ്റ വെച്ച് ചെയ്യുക, പിന്നെ r വെച്ച് ചെയ്യുക. ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് π/2 എന്ന് കിട്ടും i². പിന്നെ അതിൽ നിന്ന് i = റൂട്ട് π/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ.
അതിന് മുമ്പ് ഇവിടെ ഒരു റിമാർക്കായിട്ട് പറയുന്ന കാര്യം കൂടി വേണമെങ്കിൽ ഒന്ന് നോട്ടിൽ എഴുതി വെച്ചോ. Condition in the theorem are not necessary, as the example t raised to minus 1 by 2 shows. The function has an infinite discontinuity at t equal to 0, not piecewise continuous, but is integral from 0 to b exists. അതായത് ഇത് പീസ് വൈസ് കണ്ടിന്യൂസും അല്ല, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് നെസസറി കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ ആ തീരത്തിൽ പറഞ്ഞ പോലത്തെ 2 കണ്ടീഷൻസ് ഹോൾഡ് ചെയ്താൽ ഉറപ്പായിട്ടും ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് ഇത് ഇല്ലെങ്കിൽ കൂടി ഇതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇതിൻ്റെ നമ്മൾ ഈ രീതിയിൽ എഴുതി എസ് റൈസ് ടു എൽ ഓഫ് ടി റൈസ് ടു 1/2 ഇതിൽ എസ് റൈസ് ടു മൈനസ് 1/2 എസ് ടി ഈക്വൽ ടു യു എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എസ് ടി ഈക്വൽ ടു യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതായി ഇതിനെ ഇങ്ങനെ എഴുതി. എസ് റൈസ് ടു 1/2 ഔട്ട് സൈഡ് എടുത്തു, മൈനസ് 1/2 ഔട്ട് സൈഡ് എടുത്തു. യുവിന് പകരം w² എന്നുള്ള അഗെയിൻ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇങ്ങനെ വന്നു. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്തു. ഇത് √π/2 ആണ് കിട്ടി. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അവിടെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം. √π/2 എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ടി റൈസ് ടു 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/√s ഇൻറ്റു √π/2 ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് പിന്നെ √π/s എന്ന് കിട്ടുക. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എൽ ഓഫ് ടി റൈസ് ടു മൈനസ് 1/2 ഈക്വൽ ടു √π/s. അപ്പം ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ ചെയ്യുക. ആദ്യം തിയറി എഴുതുക, പിന്നെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കി ഇത് √π/2 എന്നുള്ളത് കാണിക്കാം. അതിനുശേഷം ഈ റിമാർക്കിലേക്ക് വന്നാൽ മതി. റിമാർക്ക് എഴുതുമ്പോൾ ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. എൽ ഓഫ് ടി റൈസ് ടു മൈനസ് 1/2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുതൽ എഴുതിയാൽ മതി. അത് എഴുതി ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറഞ്ഞ പോലെ കൊടുക്കുക. എൽ ഓഫ് ടി റൈസ് ടു മൈനസ് 1/2 ഈക്വൽ ടു √π/s എന്നുള്ളത് കൂടി എഴുതി വെക്കുക. ഇത് നമുക്ക് ആവശ്യം വരും, ചോദിക്കാറുണ്ട്. 1 വേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും കൂടി എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ.